Welcome. Subscribe to my channel. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. الله سبحانه وتعالى പരിശുദ്ധ ഖുർആനിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അൽ ഇൻസാൻ എന്ന നിലക്ക് മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്. അൽ ഇൻസാൻ, ഞാനങ്ങനെ അൽ ഇൻസാൻ എന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, നമ്മൾ മനുഷ്യനായി മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന ചില ആളുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ ഇൻസാൻ എന്ന പദവിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മൾ വലിയ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവർക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന പേര് അൽ അൻആം എന്നാണ്. ഉലൈക കൽ അൻആം, അൽ ഇൻസാനിൽ പെട്ടതാണ്. പക്ഷെ അവരെ ഇൻസാനായി അള്ളാഹു പരിഗണിക്കുന്നില്ല. പരിഗണിക്കപ്പെടുന്നത് അൻആമായിട്ടാണ്, നാൽക്കാലികൾ. ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ആ ഒരു പ്രയോഗത്തിൽ ചിന്തക്ക് വകയുണ്ട്. നമ്മളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. നമ്മളാവേണ്ടത് അൽ ഇൻസാനാണ്, മനുഷ്യനാണ്. വലഖദ് കറംനാ ബനി ആദം എന്ന അള്ളാഹു പറഞ്ഞ ആദരിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട മനുഷ്യജീവിയായിട്ട് വേണം ദുനിയാവിൽ ജീവിക്കാൻ. എന്നാലേ ആഖിറം രക്ഷ പ്രാപിച്ചതാവുള്ളൂ. പക്ഷെ നമ്മളിൽ വരുന്ന ചില കുറവുകൾ കാരണത്താൽ അൽ അൻആമിൻ്റെ കൂട്ടത്തിൽ പെട്ടുപോവുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഖുർആന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാവൂല, ദീനുൽ ഇസ്ലാമിൻ്റെ വെളിച്ചം അവർക്ക് കിട്ടൂല, ഇസ്ലാം മുന്നിലൂടെ വരക്കുന്ന ആ ഒരു രാജബാധ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂല. എന്താ അവരുടെ പ്രത്യേകത? അള്ളാഹു പറഞ്ഞു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നിലും ഇൻസിലും പെട്ട ഈ രണ്ട് വിഭാഗവും മുക്കല്ലഫുകളായ വിഭാഗങ്ങളാണ്. അതായത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനും അനുവദിക്കപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കാനും ഹറാമുകൾ ഒഴിവാക്കാനും നിർബന്ധിക്കപ്പെട്ട രണ്ട് കൂട്ടക്കാരാണ് ഇൻസും ജിന്നും. ഈ രണ്ട് വിഭാഗത്തിനും വേണ്ടി അവതരിക്കപ്പെട്ടതാണ് ദീനുൽ ഇസ്ലാം. അവർക്ക് രണ്ട് കൂട്ടക്കാർക്കും വേണ്ടിയുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. അവർക്ക് രണ്ട് കൂട്ടക്കാർക്കും ഖിയാമത്ത് നാൾ വരെ ഉള്ളതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ശരീഅത്ത്. അപ്പൊ ഈ രണ്ട് വിഭാഗത്തിനും നാം തയ്യാർ ചെയ്തിരിക്കുന്നു ലിജഹന്നം, നരകത്തിനു വേണ്ടി. കസീറൻ, ധാരാളം പേര്. അപ്പൊ ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും 175 നരകത്തിലാണ്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. കസീറിന്റെ ഓപ്പോസിറ്റ് ഖലീലാണ്. അപ്പോൾ മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഖലീല് മാത്രമേ സ്വർഗത്തിലുണ്ടാവൂ. കുറച്ചാൾക്കാർ മാത്രമേ സ്വർഗത്തിലുണ്ടാവൂ. ആ കുറച്ചിൽ പെടാൻ അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ഉലമാക്കൾ പറഞ്ഞത്, ഭൂരിപക്ഷം എവിടെയാണ് എന്ന് നോക്കി നിങ്ങൾ ഹക്കിനെ അതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം ഖുർആനിലും ഹദീസിലും ഭൂരിപക്ഷം പറയപ്പെട്ടതെല്ലാം ബാത്തിലുമായി ബന്ധപ്പെട്ട, ഹക്കുമായി ബന്ധപ്പെട്ട് പറയപ്പെട്ടത് ഖലീലം മാ തശ്കുറൂൻ ഖലീലം മാ തദക്കറൂൻ. കുറച്ചാൾക്കാർ മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ, കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, കുറച്ച് മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഈ ഖലീൽ ന്യൂനപക്ഷമാണ് എപ്പോഴും ഖുർആനിലും ഹദീസിലും ഹക്കിന്റെ ഭാഗമായി പറയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും ധാരാളം ആളുകളെ നാം തയ്യാർ ചെയ്തിരിക്കുന്നു നരകത്തിനു വേണ്ടി. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചേക്കാം, അതെന്താ അങ്ങനെ? അത് അവരോട് കാണിക്കുന്ന അനീതിയല്ലേ?
കുറെ ആൾക്കാരെ പടക്കുക, എന്നിട്ട് അവരെ നരകത്തിന് വേണ്ടിയുള്ള തീക്കൊള്ളിയാക്കി മാറ്റുക, അതൊന്നും ചോദിക്കാനും പറയാനും നമുക്ക് അവകാശമില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടത്. ഫഅലുൽ ലിമാ യുരീദ്. കാരണം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ഉദ്ദേശിക്കുന്നുവോ അത് പ്രവർത്തിക്കുന്നവനാണ്, അതിനുള്ള അധികാരവും അർഹതയും ഉള്ളവനാണ്. പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ പിന്നിൽ പിന്നെപ്പോഴോ നിർമ്മിതമായ കോടാനുകോടി വരുന്ന ജീവജാലങ്ങളിൽ വളരെ ലോലനും ബലഹീനനുമായ മനുഷ്യനെന്ന സൃഷ്ടി മാത്രമേ ഈ വിഷയത്തിൽ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നതായി, ചോദ്യം ചെയ്യുന്നതായിട്ടുള്ളൂ. അതായത് മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണ് ഭൂമിയും ഭൂമിയിലെ നിയമങ്ങളും അവകാശങ്ങളും ഒക്കെ പോലെ അല്ല. മനുഷ്യരല്ലാത്ത കോടിക്കണക്കിന് ജീവികൾ ഈ ദുനിയാവിലുണ്ട്. മനുഷ്യന്റെ കയ്യിൽ ഒതുങ്ങിയതും ഒതുങ്ങാത്തതും, മനുഷ്യന് കീഴ്പ്പെടുത്തപ്പെട്ടതും അല്ലാത്തതും, കണ്ടതും കാണാത്തതും, കേട്ടതും കേൾക്കാത്തതും, അറിഞ്ഞതും അറിയാത്തതുമായ ഇഷ്ടം പോലെ ജീവികൾ ഈ ദുനിയാവിലുണ്ട്. അവയൊക്കെയും അള്ളാന്റെ റുബൂബിയ്യത്ത് അംഗീകരിച്ച് അവന് വഴിപ്പെട്ട് പഞ്ചപുച്ഛമടക്കി അവനെ തസ്ബീഹ് ചെയ്ത് ജീവിക്കാൻ. എന്നാൽ ഈ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു ന്യൂനപക്ഷം മാത്രമേ അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നുള്ളൂ അവന്റെ അഫ്ആലുകളിൽ, അവന്റെ അവാമിറുകളിൽ. അവിടെ സൂറത്ത് യാസീനിൽ അള്ളാഹു അങ്ങനെ ചോദ്യം ചെയ്യുന്ന മനുഷ്യന്മാരെ പറ്റി വളരെ ആക്ഷേപിച്ചു പറഞ്ഞത്, വനസിയ ഖൽഖഹു ഖാല മയ്യുഹ്യിൽ ഇളാമ വഹിയ റമീം. വനസിയ ഖൽഖഹു, അള്ളാഹു പറഞ്ഞത് അവൻ ഞാൻ എപ്പോഴോ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ്, ഒരു ബീജത്തിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടവൻ. എവിടെ നിന്നാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് വരെ വനസി അവൻ മറന്നുപോയി. ഒന്ന് വലുതായി, കുറച്ച് വിവരമൊക്കെ കിട്ടി, ചിന്താശേഷിയൊക്കെ കിട്ടി, കുറച്ച് സംസാരിക്കാനും പറയാനും പിടിക്കാനുള്ള ആരോഗ്യമൊക്കെ കിട്ടിയപ്പം വനസിയ ഖൽഖ, അവൻ അവന്റെ സൃഷ്ടിപ്പിന്റെ ഉൽപ്പത്തിയുടെ തുടക്കം തന്നെ മറന്നുപോയി. ഖാൽ, എന്നിട്ട് ഓൻ ചോദിക്കുകയാണ്, മയ്യുഹ്യിൽ ഇളാമ വഹിയ റമീം, എല്ലുകളൊക്കെ നുരുമ്പി മണ്ണായി പോയതിന് ശേഷം അതിനെ പിന്നെ ആരാ പടക്കുക? ഇവനെ അങ്ങനെ പടക്കപ്പെട്ടതാണ്. അപ്പടപ്പ് വരെ അവൻ മറന്നിട്ടാണ് ഈ ചോദ്യം ഓൻ ഉന്നയിക്കുന്നത്. ലാ യുസ്അലു അമ്മാ യഫ്അൽ, ഇത് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. ലാ യുസ്അലു, അവൻ ചോദിക്കപ്പെടുകയില്ല. അമ്മാ യഫ്അൽ, അവൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഓൻ ഇഷ്ടമാണ്. ഈ ചോദിക്കുന്ന ഇവൻ തന്നെ ദുനിയാവിലേക്ക് വന്നത് അവന്റെ ഇഷ്ടപ്രകാരം അപേക്ഷ അങ്ങോട്ട് അയച്ച് എനിക്ക് ഇന്ന നാട്ടില് ഇന്ന മാതാപിതാക്കളുടെ മക്കളായി ഇന്ന മതത്തിൽ മെമ്പർഷിപ്പോടുകൂടി ദുനിയാവിലേക്ക് വരണം എന്ന അപേക്ഷ കൊടുത്തിട്ടല്ല. അള്ളാഹു അവന്റെ ഇഷ്ടത്തിന് പടച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ലൈഫ്സൽ ആർക്കും ചോദിക്കാനുള്ള അവകാശമില്ല. ഇന്നാളെ അള്ളാഹു സ്വർഗത്തിലാക്കി, അള്ളാന്റെ ഇഷ്ടം. ഇന്നാളെ നരകത്തിലാക്കി, അള്ളാന്റെ ഇഷ്ടം. അതേസമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ മുമ്പിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് വഴികൾ തുറന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ പോയാൽ വലതുഭാഗത്ത് സ്വർഗമാണ്, ഇതിൽ കൂടി ഇടതുഭാഗത്ത് നരകമാണ്. ഇങ്ങോട്ട് പോവാതെ സൂക്ഷിച്ചോളി, ഇങ്ങോട്ട് തന്നെ പോയിക്കോളി. ഖലാസ്. അത് പോകാൻ പറ്റുന്നുണ്ടോ ഇല്ലേ, അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളിപ്പോൾ എപ്പോഴും ആരാന്റെ വിഷയത്തിൽ ഭയങ്കരമായ വ്യാകുലതപ്പെടുന്ന മനുഷ്യന്മാരാണ്. നമുക്ക് ചിന്ത ആരാനെ പറ്റിയാണ്, അന്യനെ പറ്റിയാണ്. എങ്കിൽ നമുക്ക് തൗഫീക്ക് കിട്ടി, അൽഹംദുലില്ലാ. ഇനി എനിക്കങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്നില്ല, അതിന് വിഷമിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ. എന്തായാലും അല്ലാഹു നരകത്തിനു വേണ്ടി മാത്രം ജിന്ന് ഇൻസിൽപ്പെട്ട ഒരുപാട് ആളുകളെ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അവരതിലേക്കേ പോവുള്ളൂ, അവരതിലേ പോവുള്ളൂ. അവർക്കൊരിക്കലും ഹിദായത്ത് ദുനിയാവിൽ ലഭ്യമാവൂല. ഇത് അള്ളാന്റെ ഖദർ ഖളാഉമായി ബന്ധപ്പെട്ട അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അവർ സ്വർഗ്ഗത്തിൽ പോവൂല, അവർക്ക് ഹിദായത്ത് കിട്ടൂല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. എന്താ അള്ളാന്റെ ഖദർ ഖളാഇലുള്ള വിശ്വാസം? അതിന്റെ അർക്കാനുകൾ എന്താണ്? 4 എണ്ണം. ഖദർ ഖളാഇന്റെ അർക്കാനുകൾ 4 എണ്ണമാണ്. ഈ 4ഉം നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. ഒന്ന്, കിതാബത്തുല്ലാഹ്, ഈ ദുനിയാവിൽ അല്ല, ഇൽമുല്ലാഹ്, അള്ളാഹുവിന്റെ വിശാലമായ അറിവ്. ഈ ദുനിയാവിൽ ഇന്നു വരെ ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതും ആയിട്ടുള്ള സർവകാര്യങ്ങളും
അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിലുള്ള സംഗതിയാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. അത്രത്തോളം ഈ മഹാപ്രപഞ്ചത്തിലെ കോടാനുകോടി വൃക്ഷങ്ങളിലെ കോടാനുകോടി ഇലകളിൽ ഒരു ഇല താഴോട്ടിങ്ങനെ ഞെട്ടറ്റ് വീഴുന്നതും അള്ളാഹുവിൻ്റെ ഇൽമോടുകൂടിയാണ്. വിശാലമായി കിടക്കുന്ന മണൽഭൂമി, മരുഭൂമിയിലെ മണൽത്തരികളിൽ ഒന്ന്, നമുക്ക് ഒന്നിനെ സെക്കൻഡ് എടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല, പക്ഷെ അള്ളാഹ്ക്ക് അറിയും. ഒന്നനങ്ങിയാൽ ഇല്ലാ യഅലമുഹ, അത് അള്ളാഹിൻ്റെ ഇൽമോട് കൂടിയാണ്. അള്ളാഹിൻ്റെ ഇൽമിൻ്റെ അപ്പുറത്ത് ഒരു സൃഷ്ടിക്ക് പോവാൻ കഴിയൂല, സാധ്യമേ അല്ല. എല്ലാം ഇൽമുല്ലാഹ്, അത് നമ്മൾക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ്. എല്ലാം അള്ളാഹിനെ അറിയും. എന്നുവെച്ചാൽ അള്ളാഹു അറിയാതെ, അള്ളാഹിൻ്റെ ലിസ്റ്റിലില്ലാതെ, അള്ളാഹിൻ്റെ തീരുമാനത്തിലില്ലാതെ ഈ മഹാപ്രപഞ്ചത്തിൽ, മഹാപ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമുക്കാകെ എന്താ അറിയാം? കാട്ടാമ്പള്ളി, കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ പുതിയൊരു, പിന്നെ കുറച്ചുകൂടെ കണ്ണൂർ ടൗണ്, പിന്നെ എയർപോർട്ട്, പിന്നെ ദുബായ്, ബോംബെ, ഇതല്ല നമ്മുടെ മഹാപ്രപഞ്ചം. നമ്മുടെ ഈ മനുഷ്യന്മാർക്കുള്ള ആകെയുള്ള ഈ പ്രപഞ്ചം, ആലം ഇതാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കണ്ടില്ല. പിന്നെ ലോക സഞ്ചാരികളൊക്കെ ഉണ്ടാവും, അവർ കുറച്ചും കൂടി കണ്ടിട്ടുണ്ടാവും. പിന്നെ കടലിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർ കുറച്ചും കൂടി കണ്ടിട്ടുണ്ടാവും. പിന്നെ ഹിമാലയം കീഴടക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ടാവും, അവർ കുറച്ചും കൂടി കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തും കിടക്കുന്നുണ്ട് ആലം, ഈ ലോകം നമ്മൾ കണ്ടില്ല. ആ മഹാപ്രപഞ്ചത്തിൻ്റെ ഒരു മൈക്രോ പോയിന്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കുത്ത്, അതാണ് ഇരിക്കുന്നത് ഞാനും നിങ്ങളും ഒക്കെ. എന്നിട്ട് ആ നമ്മളാണ് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സംവിധായകനെ ചോദ്യം ചെയ്യുന്നതും, ഓൻ്റെ വിഷയത്തിൽ സംശയിക്കുന്നതും, ഓൻ്റെ വിഷയത്തിൽ കട്ടൻ ചായ അടിച്ചിട്ട് ചായപ്പീടിന്ന് വർത്താനം പറയുന്നതും. നമ്മളാകെ ഈ ദുനിയാവ് കണ്ടിട്ടേ ഇല്ല, ദുനിയാവ് അറിഞ്ഞിട്ടേ ഇല്ല. ഇൽമുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇൽമ് വിശാലമാണ്. അവൻ്റെ ഇൽമിൻ്റെ ഉള്ളിലാണ് ഈ പ്രപഞ്ചത്തിൽ ഇതുവരെ ഉണ്ടായതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇനിയും ഉണ്ടാവാനുള്ളതും. രണ്ടാമത്തത് കിതാബത്തുല്ലാഹ്, ആ ഇൽമിനെ അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വച്ചിട്ടുണ്ട്. അതേ നടക്കുന്നുള്ളൂ ദുനിയാവിൽ, അതേ നടക്കുള്ളൂ. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. അതൊരു വലിയ ആശ്വാസത്തിൻ്റെ വാക്കാണ്. മനുഷ്യന്മാരെ, നിങ്ങൾ ഭയങ്കര ടെൻഷനിലും വെപ്രാണത്തിലും പേടിയിലൊന്നും ആവണ്ട. ഖുൽ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, ലൻ യുസീബനാ, തീർച്ചയായും നമ്മളെ ബാധിക്കൂല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് എന്തെഴുതിയോ അതല്ലാതെ. എന്നുവെച്ചാൽ അള്ളാഹിന്റെ ഇൽമിലുണ്ട് നേരത്തെ ഇന്നതാവണം, അതവൻ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്, അതേ സംഭവിക്കുന്നുള്ളൂ. ഹുവ മൗലാന, അവൻ നമ്മളുടെ യജമാനനാണ്. ഉള്ളും പുറവും ഭാവിയും ഭൂതവും വർത്തമാനവും രഹസ്യവും പരസ്യവും ഇരുട്ടും വെളിച്ചവും എല്ലാം അറിയുന്നു. ഓരോ അനക്കമടക്കം ലൗഹുൽ മഹ്ഫൂദിൽ അവൻ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൻ്റെ ഖബ്ല ഖംസീന ആമൻ, ഖബ്ല ഖൽഖിൽ ഖൽഖി 50 ആമൻ, 50,000 കൊല്ലം മുമ്പേ അള്ളാഹു ലൗഹിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം. 50,000 ആം, 50,000 കൊല്ലം മുമ്പ്. മൂന്നാമത്തത് മശീഅത്തുല്ലാഹ്, അതാണ് ഖദർ ഖദാലുള്ള വിശ്വാസം. ഒന്ന് അള്ളാഹിന്റെ ഇൽമ്, രണ്ടാം ഇൽമ് അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിരിക്കുന്നു. മൂന്ന്, ഇൽമിലുള്ളതിനെ കൊണ്ട് എഴുതി വെച്ചതിനെ കൊണ്ട് അതുണ്ടാവണമെന്നില്ല. മശീഅത്തുല്ലാഹ്, അതുണ്ടാവേണ്ട സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കണം. അപ്പൊ എന്ത് മനസ്സിലായി? യാദൃച്ഛികത എന്ന് പറയുന്ന ഒരു സംഗതി ഈ ദുനിയാവിൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി ഇല്ല. ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയായി, ഇങ്ങനെ പോയത് കൊണ്ട് കുഴിയിൽ വീണു, അതിലെ പോയെങ്കിൽ ഭൂവിലായിരുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലു ലൗ, അങ്ങനെയായിരുന്നെങ്കിൽ, ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പറയരുത്. അങ്ങനത്തൊന്നില്ല. എന്താണ് സംഭവിച്ചത്? അള്ളാന്റെ ഇൽമ് അവൻ എഴുതി വെച്ചത്, അവന്റെ മശീഅത്ത് ഉണ്ടായപ്പോൾ അത് സംഭവിച്ചു. അള്ളാന്റെ ഉദ്ദേശം, അള്ളാഹ് ഉദ്ദേശിക്കണം, എഴുതി വെച്ചതിനെ കൊണ്ടുണ്ടാവില്ല.
4 ഖൽഖുല്ലാഹ്, ആ ഉദ്ദേശിച്ചതിനെ ഉണ്ടാവാനായിട്ട് അള്ളാഹു ഉണ്ടാക്കണം എന്നാലേ ഉണ്ടാവുള്ളൂ. അഥവാ അള്ളാഹുവിൻ്റെ അപ്പുറത്തേക്ക് ഈ വിഷയങ്ങളൊന്നും പോകില്ല. അള്ളാഹിൻ്റെ ഇൽമ് അതവൻ എഴുതി വെച്ചു, കിതാബത്തുള്ള, ആ എഴുതി വെച്ചത് ഉണ്ടാകുന്ന സമയം അള്ളാഹിൻ്റെ ഉദ്ദേശം ഉണ്ടാവണം, മശീഅത്തുള്ള, ആ ഉദ്ദേശിച്ചിട്ടവൻ അതിനെ ഉണ്ടാക്കണം. ഖൽഖുല്ലാഹ് ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകുൻ. അള്ളാഹു അറിയാൻ ഉണ്ടാവില്ല. രോഗിയായി അള്ളാഹ് അറിഞ്ഞിട്ട് തന്നെയാണ്. കടം വന്നു അള്ളാഹ് അറിഞ്ഞിട്ട് തന്നെയാണ്. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടായി അള്ളാഹു അറിഞ്ഞിട്ട് തന്നെയാണ്. അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയായി. അത് നമ്മൾ ഭൗതികമായിട്ട് പറയുന്ന അസ്ബാബുകളാണ്. അതിൻ്റെ അപ്പുറത്ത് മുഅ്മിൻ കാണേണ്ടത് ഇതെൻ്റെ റബ്ബിൻ്റെ ഖളായിൽ 50,000 കൊല്ലം മുമ്പ് അള്ളാഹ് എഴുതി വെച്ചതാണ്, അള്ളാഹിൻ്റെ ഇൽമിലുള്ളതാണ്, അത് അള്ളാഹു ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസി എന്ത് ചെയ്യും? അള്ളാഹുവിൽ തവക്കുലാക്കും. അതുകൊണ്ട് ജിന്നി ഇൻസിൽപ്പെട്ട ആളുകളെ നരകത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ഖദറിലുള്ള ആ എഴുതിയതിൽ, ആ അള്ളാഹിന്റെ ഇൽമിൽ അങ്ങനെ ചില ആളുകളുണ്ട്. സൂറത്ത് യാസീന്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون. لقد حق القول, അള്ളാഹുവിൻ്റെ തീരുമാനം യാഥാർത്ഥ്യമായിരിക്കുന്നു. അലാ അക്സരിഹിം, അവരിൽ അധികം ആളുകളുടെ മേലും. ഒരു 100-ൽ അക്സർ എന്ന് പറയുമ്പോൾ എത്രയായി? 90ആയി. 100-ൽ ഏറ്റവും അധികം എന്ന് പറയുമ്പോൾ 90ആയി. ബാക്കി 10 ഖലീൽ, അത് മാത്രമാണ് മുഅ്മിനീങ്ങൾ. ആ 10 സ്വർഗത്തിലുണ്ടാവൂ എങ്കിൽ, ആ 10 മാത്രമേ സ്വർഗത്തിലുണ്ടാവുള്ളൂ എങ്കിൽ അതിൽ ഉൾപ്പെടാൻ എത്ര ശ്രമിക്കേണ്ടി വരും? ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഒരു നാട്ടിൽ നിന്ന്, ഒരു ജില്ലയിൽ നിന്ന് ഇത്ര പേർക്കേ അഡ്മിഷൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ എക്സാം എന്ത് ടഫായിരിക്കും, എത്ര ടൈറ്റായിരിക്കും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ. കാരണം അത്ര കുറച്ചാൾക്ക് മാത്രമേ ഉള്ളൂ എങ്കിൽ. അതേപോലെയാണ് ഈമാനും സ്വർഗവും അള്ളാഹിന്റെ തൃപ്തിയും ഒക്കെ. അക്സറും ലാ യുഅ്മിനൂൻ, ഈമാനിന്റെ ആൾക്കാരായിരിക്കൂല, സ്വർഗത്തിന്റെ ആൾക്കാരായിരിക്കൂല. അക്സർ പോയാൽ പിന്നെ ഖലീൽ, വളരെ പണിയെടുക്കേണ്ടി വരും. അള്ളാഹുവിൻ്റെ ഖദറിൽ ആരാണ് ആ മുഅ്മിൻ? ഓനാവും. ആരാണ് കാഫിർ? ഓൻ അങ്ങനെയാവും. നമുക്കറിയില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ദുആ ചെയ്തത്, യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. കാരണം നമുക്ക് എന്താണെന്ന് അറിയില്ല. അള്ളാഹുവിൻ്റെ ഖദറിൽ ഖദായിൽ നമ്മൾ എന്താണ് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ചോദിച്ചോ, കാന അക്സറു ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു, ഇവരൊക്കെയും റിപ്പോർട്ട് ചെയ്ത്, അഥവാ റസൂലുള്ളാഹി തങ്ങളുമായിട്ട് ദിവസവും ഏറ്റവും അധികം അടുത്തിടപഴകുന്ന സഹാബാക്കളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. നബിയുടെ ഏറ്റവും അധികവും ദുആയും ഇതായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മറിച്ചുകൊണ്ടിരിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഖൽബിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. എന്താണെന്ന് അറിയില്ല. ലാസ്റ്റ് ടൈമിൽ മലക്കുൽ മൗത്ത് വന്ന് കൊണ്ടുപോകുമ്പോഴും ഈ തൗഹീദോടെ, ഈ ഈമാനോടെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടവും പൊരുത്തവുമായ അവസ്ഥയിലാക്കണേ. ഇതാണ് ആ ദുആഇന്റെ അർത്ഥം. കാരണം എന്താണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് ജിന്നി ഇൻസിൽ അധിക പേരും നരകത്തിന് വേണ്ടിയുള്ളവരാണ്. എന്താണ് അവരുടെ പ്രത്യേകത? എന്തിനൊക്കെ അള്ളാഹു പറഞ്ഞിരുന്നത്? അതിൽ പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ നമുക്കൊരു അളവുകോല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട് പക്ഷേ ചിന്തിക്കൂല. മുഫസ്സിരിങ്ങളൊക്കെയും പറഞ്ഞു ചിന്തിക്കൂല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? ഹൃദയമുണ്ടെങ്കിൽ ചിന്തിക്കും. കാരണം ഹൃദയത്തിന്റെ ജോലി, മനസ്സിന്റെ ജോലി ചിന്തിക്കാന്നുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മുടെ കൽബ്, ഏതെങ്കിലും മനുഷ്യന്റെ കൽബ് ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയോ ഇല്ല. കൽബിന്റെ അർത്ഥം തന്നെ ഉരുളുക എന്നാണ്. ചിന്ത ഇങ്ങനെ, ഇപ്പൊ ബസ്സിൽ നമ്മൾ ഇരുന്ന് യാത്ര ചെയ്ത് വരികയാണ്, എന്തൊക്കെ കാര്യം ചിന്തിക്കും നമ്മൾ, എവിടെയൊക്കെ നമ്മൾ എത്തും. വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്തെല്ലാം ആലോചിക്കും.
പിന്നെ എന്തുകൊണ്ട് അല്ലാഹു ലാ യഫ്ഖഹൂന ബിഹാ, ഹൃദയമുണ്ട് പക്ഷെ ചിന്തിക്കൂല എന്ന് പറയാൻ കാരണം? വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, ചെവികളുണ്ട് പക്ഷെ കേൾക്കൂല. അത് തെറ്റല്ലേ? ചെവി ഉണ്ടെങ്കിൽ കേൾക്കുമല്ലോ, അതിനല്ലേ ചെവി. ചെവിയുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്, ഇല്ലാത്ത മീൻസ് ഈ അവയവമല്ല, അതിൻ്റെ ചെവി കൊണ്ട് എന്താണോ ഉദ്ദേശിക്കപ്പെട്ടത് അതുള്ളവർ എന്തായാലും എല്ലാ ശബ്ദവും കേൾക്കും. പക്ഷെ അതിനെ പറ്റി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടായിരിക്കും? വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുകളുണ്ട് പക്ഷേ കാണൂല. കണ്ണില്ലാത്തവരാണെങ്കിൽ വലഹും അഅ്യുൻ എന്ന് പറയൂല, അഅമാന്ന് പറഞ്ഞ് വിടും. അത് കണ്ണില്ലാത്തവർക്ക് പറയുന്നവർ, അന്ധത ബാധിച്ചവർക്ക് പറയുന്ന അറബി വേർഡാണ്. അല്ലെങ്കിൽ സുമ്മ്, ബധിരൻ, ചെവിയുണ്ട് പക്ഷെ കേൾക്കാത്ത മനുഷ്യന്മാര്, കേൾവിയില്ലാത്ത ആൾക്ക്, ചെവിയല്ല കേൾവിയില്ലാത്ത ആള്. അഅമ എന്ന് പറഞ്ഞാൽ കണ്ണല്ല, കാഴ്ചയില്ലാത്ത ആള്. ബുക്മുൻ, ബധിരന്മാര്, ഊമകൾ, നാവുണ്ട് പക്ഷെ സംസാരശേഷിയില്ല. അതിന് വേറെ വാക്ക അറബിയിൽ. പക്ഷെ അള്ളാഹ് പറഞ്ഞു അങ്ങനല്ല, അവർക്ക് കൽബുണ്ട്, വർത്താൻ ചിന്തിക്കൂല, കേൾവിയുണ്ട് കേൾക്കൂല, കാഴ്ചയുണ്ട് കാണൂല. അഥവാ ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ ഏതൊരു ലക്ഷ്യത്തെയാണോ കണ്ടെത്തേണ്ടത്, കേൾക്കേണ്ടത്, അറിയേണ്ടത്, അതിൽ അവർ എത്തൂല. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ അറിയോ? നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നാണ്. ഇല്ലെങ്കിൽ നമ്മളും ഉലൈക കൽ അൻആം, നാൽക്കാലികൾ, അള്ളാഹിന്റെ നോട്ടത്തിൽ നാൽക്കാലികളാണ്. ഇവിടെ മുഫസ്സിറുകൾ പറഞ്ഞ ഒരു വലിയൊരു വിഷയമുണ്ട്, മനോഹരമായ വിഷയം. അള്ളാഹു ഈ 3 ലക്ഷണങ്ങൾ, അടയാളങ്ങൾ പറഞ്ഞിട്ട്, അതായത് ചിന്തിക്കേണ്ട അള്ളാഹിനെ പറ്റി, തൗഹീദ്, ദീൻ, ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, ഇതൊക്കെയാണ് ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അത് ചിന്തിക്കുന്നില്ല, ആ വഴിക്ക് നടക്കുന്നില്ല, അത് കാണുന്നില്ല, അത് കേൾക്കുന്നില്ല. ഉലൈക, അക്കൂട്ടർ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഉലൈക എന്ന് പറഞ്ഞാൽ ആ കൂട്ടർ. ഇസ്മുൽ ഇഷാറയുടെ ബഈദിന്റെ ലഫ്ള് എന്നാണ് പറയുക. ഇസ്മുൽ ഇഷാറയുടെ ബഈദിന്റെ ഉലൈക, ആ കൂട്ടർ. ഉലമാക്കൾ ചോദിച്ചു, എന്തുകൊണ്ട് ഹഉലായി എന്ന് പറഞ്ഞില്ല? അള്ളാഹ് പറഞ്ഞു തുടങ്ങി എന്താ? ജിന്നിലും ഇൻസിലും പെട്ട ചില ആൾക്കാരുണ്ട്, ബുദ്ധിയുണ്ട് ചിന്തിക്കൂല, കാഴ്ചയുണ്ട് കാണൂല, കേൾവിയുണ്ട് കേൾക്കൂല. ഇവർ നാൽക്കാലികളെ പോലെ എന്ന് പറയാതെ അവർ നാൽക്കാലികളെ പോലെയാണ് എന്ന് പറയാനുള്ള കാരണം മുഫസ്സിറുകൾ പറഞ്ഞു, ബുദ്ധിയുള്ളവർക്കൊരു പാഠമായിട്ടാണ്. അങ്ങനെയുള്ള ആ വിഭാഗം, അള്ളാഹു ഈ പറഞ്ഞ അൽ അൻആമിൽപ്പെട്ട ഈ വിഭാഗം നിങ്ങളിൽ നിന്ന് ദൂരെയായിരിക്കണം, നിങ്ങളെ അടുത്തു പോലും ഉണ്ടായിക്കൂടാ. എങ്കിൽ നിങ്ങൾ അതിൽ പെടുക എന്നുള്ളത് അസംഭവ്യമായിരിക്കണം. അങ്ങനെ ഈ സ്വഭാവങ്ങൾ നിങ്ങളുടെ ദൂരെയാവണം, നിങ്ങളുടെ അടുത്തുണ്ടായിക്കൂടാ. എങ്കിൽ നിങ്ങൾ അതിലാവുക എന്നുള്ളത് ഉണ്ടാവാനേ പാടില്ലാത്ത കാര്യമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ബൽഹും അദൽ, അള്ളാഹു പറഞ്ഞു അല്ല, നാൽക്കാലികൾ അങ്ങനെ തന്നെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വെക്കാം, ഇവർ അതിനേക്കാളും അതപ്പതിച്ചു പോയ ആൾക്കാരാണ്. അതുകൊണ്ട് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അള്ളാഹിൻ്റെ ചോദ്യങ്ങൾ മനസ്സിലാവില്ല. അള്ളാഹു എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് തിരിയില്ല. പോത്തിൻ്റെ മുമ്പിൽ വേദോദിട്ട് കാര്യമില്ല നമ്മൾ പണ്ടേ പറയില്ലേ, പോത്തിൻ്റെ മുമ്പിൽ വേദോദി. അതേപോലെ ആയിരിക്കും നമ്മുടെ മുമ്പിൽ ഖുർആൻ പറഞ്ഞിട്ടോ ദീൻ പറഞ്ഞിട്ടോ ഈമാൻ പറഞ്ഞിട്ടോ ഒരു കാര്യം ഉണ്ടാവില്ല. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. ഞാനൊരു ക്ലിപ്പ് കേട്ടു, അത് നമ്മുടെ നാട്ടിൽ വലിയ ഇപ്പോൾ യാത്ര നടക്കുന്നുണ്ടല്ലോ, മംഗലാപുരം തൊട്ട് കന്യാകുമാരി വരെ. ആ യാത്രയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ ചില പ്രസംഗങ്ങൾ കേട്ടപ്പോൾ അള്ളാഹു ഇപ്പറഞ്ഞ ഈ അടയാളങ്ങളെല്ലാം ഒത്തിണങ്ങിയ ചില വരികൾ കേൾക്കാൻ സാധിച്ചു. അവരൊരു മഹാന്റെ കഥ പറയുകയായിരുന്നു. അതായത് ഏതൊരു ഉസ്താദ്, ആ പേര് ഞാൻ മറന്നുപോയി, അയാളുടെ ഭാര്യ 4 പ്രസവിച്ചു, 4 പെൺകുഞ്ഞാണ്. 5ാമത് ഗർഭിണിയായി. അപ്പം ഇയാൾക്ക് ടെൻഷൻ, ഇതും ഇനി പെണ്ണാകുമോ? സ്വാഭാവികമായും ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന പോലെ അതും
ഒരാണായി കിട്ടാൻ ഈ ഉപ്പ ആഗ്രഹിച്ചു. ആണായി കിട്ടാൻ അള്ളാഹു തന്ന ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ദീനിനെ മനസ്സിലാക്കുന്ന ഒരുത്തൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറയും. ദുആ ചെയ്യണം. അതാണ് അതിൻ്റെ രീതി. അതാണ് അൽ ഇൻസാന്റെ വിശ്വാസം, അൽ ഇൻസാന്റെ പ്രകൃതി, അൽ ഇൻസാന്റെ ഫിത്രത്ത്, ശുദ്ധ പ്രകൃതി. കാരണം അള്ളാഹ്ക്കേ പറ്റുള്ളൂ. ഉമ്മാന്റെ ഗർഭാശയത്തിലുള്ള രഹസ്യങ്ങളെ നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രം, ഒരാൾക്ക് സാധിക്കൂല. പക്ഷെ ഇയാള് അൽ ഇൻസാനിൽ പെട്ടതല്ല, അൽ അൻആമിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മൂപ്പർ എന്ത് ചെയ്തു? മൂപ്പർ ഉസ്താദിനെ പോയിട്ട് കണ്ടു, ഉസ്താദെ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഇവള് പിന്നെയും പ്രസവിക്കാൻ പോകുന്ന പെണ്ണുങ്ങളാണ് എനിക്ക് തോന്നുന്നു, നിങ്ങളൊന്ന് അതിനെ ആണാക്കി തരണം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അത്രേ കഥയാണ് കേട്ടോ, ഇത് വെറും കഥയാണ്, ഉള്ള സംഭവമൊന്നുമല്ല, ജനങ്ങളെ പറ്റിക്കാൻ. കാരണം അൻആമാണ്, പോത്തിൻ്റെ മുമ്പിൽ വേദോതിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ പോലെ ഇവരെ മുമ്പിൽ ഇതീ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, ഇത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, ഇത് CMൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഗർഭാശയത്തിൻ്റെ കളിയൊന്നും എനിക്ക് നടക്കൂല, നമ്മൾക്ക് കുറച്ച് കുറഞ്ഞ ആൾക്കാരാണ്, അത് കൂടിയ ഡോക്ടർമാരെന്നെ അതിന് വേണം, CMൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഇയാൾ മടവൂരിനെ കാണാൻ വേണ്ടി പോയി. മടവൂരിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, എനിക്കൊരു ആൺകുഞ്ഞിനെ കിട്ടാനുള്ളൊരാഗ്രഹമുണ്ട്. മടവൂർ പറഞ്ഞു, വിഷമിക്കണ്ട, ആണ് തന്നെ, വിഷമിക്കണ്ട, ആണ് തന്നെ. ഇതൊക്കെ ഭാര്യ പ്രസവിച്ചു. ഇയാൾ പോയിട്ട് നോക്കുമ്പോൾ ഒരാൺകുട്ടിയാണ് ഭാര്യ പ്രസവിച്ചിരിക്കുന്നത്. ഈ കഥ പറഞ്ഞ ആൾ പറയാണ്, കണ്ടോ, ഗർഭാശയത്തിലുള്ള പെൺകുഞ്ഞിനെ ആൺകുട്ടിയാക്കാനുള്ള കഴിവുണ്ട് ആർക്ക്? CM മടവൂരിന്. അതാണ് ഉലൈക കൽ അൻആം, അൽ അൻആം. പറഞ്ഞ ആളും അവരെ സഹിച്ച ആൾക്കാർക്കും പറയുന്ന പേരാണ് അൽ അൻആം. അൽ ഇൻസാനിൽ പെടൂല. മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് എതിരായി സംസാരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ അൽ അൻആം. അവർക്ക് അള്ളാന്റെ ചോദ്യം ഒന്നും തിരിയില്ല. നമ്മൾ വെറുതെയാണ്, നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർക്ക് സ്നേഹബുദ്ധിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഖൈർ, ഇല്ലെങ്കിൽ അവരുടെ പ്രശ്നം ഇതാണ്, അവർക്ക് തിരിയൂല. കാരണം അവർ അൽ ഇൻസാന്റെ കാറ്റഗറി പെടൂല. വേറൊരു വിഭാഗമുണ്ട്, അള്ളാഹു തന്നെ പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സഫിൽ. ഞാനിത് ആമുഖമായി പറയാൻ കാരണം എന്നാലേ ബാക്കി അങ്ങോട്ടുള്ള ദീൻ മനുഷ്യന്മാർക്ക് മനസ്സിലാവും. രണ്ടാമതൊരു വിഭാഗം സൂറത്തു സഫിൽ അള്ളാഹു പറഞ്ഞു, മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബു ബിആയാത്തില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സൂറത്തുൽ ജുമുഅ. ഇത് ജൂതന്മാരിൽപ്പെട്ട ഒരു വിഭാഗത്തെ അള്ളാഹു ആക്ഷേപിച്ച് പറഞ്ഞതാണ്. ഖുർആനിൽ ആ ആക്ഷേപം വന്നതിൻ്റെ ലക്ഷ്യം ജൂതന്മാരെ ആക്ഷേപിക്കലല്ല. ആക്ഷേപിക്കപ്പെട്ട ആ വിഭാഗത്തിൻ്റെ സ്വഭാവം പറഞ്ഞത് അസ്വഭാവം കടമെടുത്ത് നിങ്ങൾ ആക്ഷേപിക്കപ്പെട്ടവരാവരുത് എന്ന നിർദ്ദേശം തരാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അവർ ആക്ഷേപിക്കപ്പെട്ടതിൻ്റെ കാരണം? തൗറാത്ത് എന്ന ബൃഹത്തായ ആകാശത്ത് നിന്നും ഇറക്കപ്പെട്ടൊരു കിതാബ് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവർ വെറും കഴുതകളെപ്പോലെ ആ കിതാബിനെ ഉപയോഗിച്ചു. ഖുർആന്റെ ഭാഷയാണ്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. കാഫ് എന്ന് പറയുന്ന അക്ഷരം അറബി ഭാഷയിൽ ഉപമിക്കാൻ വേണ്ടി ഉപയോഗിക്കല് സിഫത്തിനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ദാത്തിനെ അല്ല. കമസലിൽ ഹിമാർ എന്ന് പറഞ്ഞാൽ അവർ ഹിമാറിനെ പോലത്തെ രൂപസാദൃശ്യമുള്ളവർ എന്നല്ല അതിൻ്റെ അർത്ഥം. ഹിമാറിൻ്റെ സ്വഭാവമുള്ളവരാണ്. കഴുതൻ്റെ സ്വഭാവം ചുമക്കലാണ്. തൗറാത്ത്, ഖുർആൻ, സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം ഇതൊക്കെ കെട്ടാക്കി ഒരു കഴുതൻ്റെ പുറത്ത് വെച്ചുകൊടുത്താൽ കഴുത ഖാല റസൂലുള്ളാഹി എന്ന ഹദീസ് പറഞ്ഞു തരില്ല. കഴുത ഇതാ അള്ളാഹു ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിൽ ഇന്ന കാര്യം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു തരില്ല. പക്ഷെ വഹിക്കുന്നതോ മുതുകത്തുള്ളതോ കുതുബുസിത്ത ഉണ്ടാവും, സഹീഹ് ബുഖാരി ഉണ്ടാവും, സഹീഹ് മുസ്ലിം ഉണ്ടാവും, പരിശുദ്ധ ഖുർആൻ ഉണ്ടാവും, അതിൻ്റെ പ്രധാനപ്പെട്ട പരിഭാഷകൾ ഉണ്ടാവും. അതേപോലത്തെ ഒരു ജനത കൈമലുള്ള ഖുർആൻ എന്ന് പറയുന്ന ഈ ദൈവീക ഗ്രന്ഥത്തിൻ്റെ 100 വെളിച്ചം എന്തെന്ന് ബോധമില്ലാതെ അതിനെ ചുമന്ന് നടക്കുന്ന ആളുകൾ, ഇവർക്കൊന്നും തിരിയില്ല.
ബിഅസ മസലുൽ ഖൗമിൽ ലദീന കസ്സബൂ ബിആയാത്. അല്ലാഹു പറഞ്ഞു വളരെ മോശമായ ഒരു ഉപമയാണിത്. അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെയും ആയിക്കൂടാ, ഇന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്താതെ അതിനെ മരവിപ്പിച്ച് നീന്തുന്ന ഒഴുകുന്ന വഴിക്ക് നീന്തുന്ന സ്വഭാവക്കാരും ആയിക്കൂടാ. അവ അൻആമിൻ്റെ സ്വഭാവമാണ്. ഇപ്പുറത്ത് കിതാബുകൾ കൈമലുണ്ടായി അതിൽ നിന്ന് ദീൻ മനസ്സിലാക്കാതെ അതിങ്ങനെ വഹിച്ച് നടക്കുന്നു, ആരെങ്കിലും പറഞ്ഞതിന് ദീനായിട്ട് കൊണ്ട് നടക്കുന്നു, അങ്ങനത്തെ കഴുതകളും ആയിക്കൂടാ. ഇത് രണ്ടുമല്ലാത്തവരാണ് അൽ ഇൻസാൻ, മനുഷ്യൻ. അവരോട് അള്ളാഹുവിൻ്റെ ഒരു ചോദ്യമുണ്ട് സൂറത്തുൽ മുഅ്മിനൂനിൽ. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. വല്ലാത്തൊരു ചോദ്യം. അത് നമ്മൾ ഇടക്കിടയ്ക്ക് നമ്മുടെ നഫ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ചോദ്യമാണ്. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉടമസ്ഥൻ്റെ ചോദ്യമാണ് അടിമകളോട്. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസൻ, ഞാൻ നിങ്ങളെ വെറുതെ ഒരു തമാശക്ക് കളിയായി സൃഷ്ടിച്ചതാണ്. കോടാനുകൂടി സൃഷ്ടികളുണ്ട് ഭൂമിയിൽ. ചിലപ്പോൾ നമ്മൾ ചില സൃഷ്ടികളെ നോക്കിയിട്ട് ഇപ്പോൾ ഒരു പാറ്റ, മഴപ്പാറ്റ ഉണ്ടാവുമല്ലോ, മഴക്കാലത്ത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരും, മിനിറ്റുകൾ പാറിക്കളിക്കും, പിന്നെ മരിക്കും. എന്തിനായിപ്പോൾ അത്? എന്തിനായിപ്പോൾ അള്ളാഹു സൃഷ്ടിച്ചത്? വണ്ടില്ലേ, വണ്ട്, മഴക്കാലത്ത് വരുന്ന വണ്ടിനറിയോ? ഒരു 10, 30, 35 വയസ്സുള്ള ആളുകൾക്കും അതിന് മുകളിലുള്ളവർക്കും ചിലപ്പം അതിനെ കണ്ടു പരിചയം ഉണ്ടാവും. ഇപ്പം ഇത് വരുത്തില്ല. ഇപ്പം മഴക്കാലത്ത് ആ സാധനത്തിനെ കാണില്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായത് മഴക്കാലം തുടങ്ങുമ്പോൾ വൈകുന്നേരം മണ്ണ് കളച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ സാധനം പുറത്തേക്ക് പാറി വരിക, നല്ല കട്ടിയുള്ള വണ്ട്. എന്നിട്ട് പിന്നെ അത് എവിടെയാണ് പോകുന്നത്? പിന്നെ കാണില്ല. പാറി വരും, കുറേ സൗണ്ടാക്കിയിട്ട് പാറി കളിക്കും, പിന്നെ എവിടെ പോയി എന്തായി അള്ളാഹു ആലം. എന്തിനായിരിക്കും അള്ളാഹു അതിനെ പഠിച്ചിട്ടുണ്ടാവും? ചിലപ്പോൾ വീട്ടിൻ്റെ വരാന്തയിലൊക്കെ കണ്ടാൽ ആൾക്കാർ ചൊട്ടിയിട്ട് അതിനെ ചാടും, അല്ലെങ്കിൽ കാലുകൊണ്ട് ഒരടിയങ്ങ് അടിക്കും. പെണ്ണുങ്ങൾ ചൂലെടുത്തിട്ട് ഒരടിയങ്ങ് അടിക്കും, അത് പോവും. എന്തിനായി അള്ളാഹു അതിനെ പഠിച്ചിട്ടുണ്ടാവുക? എന്താ ഇതിനൊരു ഗുണം മനുഷ്യന്മാർക്ക്? അങ്ങനെ എന്തൊക്കെ. വയനാട് പോയിട്ടൊന്ന് വെറുതെ കാട്ടുകൂടി നടക്കാൻ പോയാൽ അട്ട മുതൽ എന്തൊക്കെ ചെറുജീവികൾ ഇലയിലും മണ്ണിലും കല്ലിലും മരത്തിലും ഒക്കെയുള്ള ചെറിയ ചെറിയ ജീവജാലങ്ങൾ. എന്തിനായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക? നമ്മൾ പറയും ചിലപ്പം ഒരാവശ്യമില്ലാത്ത കുറേ എണ്ണം ഭൂമിയിൽ. ആദം നബിയെ സൃഷ്ടിക്കുന്ന സമയത്ത് മലക്കൾ അതേ വർത്താനം പറഞ്ഞു, എന്തിനാ ഇപ്പം അങ്ങനത്തെ ഒരു സൃഷ്ടിനെ സൃഷ്ടിക്കുന്നത്? അന്നേരം അള്ളാഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഖാല ഇന്നി അലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. നിങ്ങൾക്ക് എന്തിനാ അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക? അതിൻ്റെ പിറകിൽ എന്തോ ലക്ഷ്യമുണ്ടാവും. അത് നമുക്കറിയില്ല. വെറുതെ നമ്മളിപ്പോൾ പള്ളിയിലൊക്കെ ചിലപ്പോൾ കാണുന്നില്ല ചില പാറ്റകൾ, മൂട്ടകൾ. എന്തിനായിരിക്കും മൂട്ട? പേന്, കൊതുക്, ഈച്ച, എന്തെങ്കിലും ഒരു ഹിക്മത്ത് അതിൻ്റെ പിറകിൽ അള്ളാഹുവിനുണ്ട്. ഒന്നുമില്ലെങ്കിലും അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറുൻ മിനൻ നാസ്. ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മരങ്ങളും പർവ്വതങ്ങളും എന്ന് വേണ്ട സർവ്വ ജീവജാലങ്ങളും അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി തന്നെ. വകസീറുൻ മിനൻ നാസ്, ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ കുറച്ചാളുകളും സുജൂദ് ചെയ്യുന്നുണ്ട്. എന്നാലോ ബാക്കിയുള്ളവർ അതും ചെയ്യുന്നില്ല. അപ്പൊ അക്കൂട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മളും. ആ നമ്മളുടെ അടുത്ത് മാത്രമേ ഈ ചോദ്യം അള്ളാഹു ചോദിക്കുന്നുള്ളൂ. ബാക്കി ഒരുത്തൻ്റെ അടുത്തും അള്ളാഹു ചോദിക്കുന്നില്ല. അൽ ഇൻസാന്റെ അടുത്ത്, അൽ അൻആമിനോട് ഈ ചോദ്യമില്ല. താൽക്കാലികൾ ഹഷറാത്ത്, ഈ ചെറുജീവികൾ, വണ്ട് പ്രാണികൾ, അതിനോടൊന്നും ഈ ചോദ്യമില്ല. ഹയവാനാത്ത്, ജീവജാലങ്ങൾ, അതിനോടൊന്നും ഈ ചോദ്യമില്ല. അൽ ഇൻസാനോട് മാത്രമാണ് ഈ ചോദ്യം. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചത് അബസൻ,
വെറുതെയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതിൻ്റെ തഫ്സീർ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഐ ലഅബൻ, ഒരു കളിക്ക്, ഒരു തമാശക്ക്, ബിലാ ഫായിദ, ഒരു പ്രയോജനമില്ലാതെ വെറുതെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാവുക, ഓന്തലോ കാട്ടിക്കൂട്ടി ജീവിച്ചു പോവുക എന്ന് നിങ്ങൾ വിചാരിച്ചോ? വഅന്നകും ഇലൈന ലാ തുർജഊൻ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടക്കപ്പെടുകയില്ല എന്നും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു ചോദിച്ചു, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. അയഹ്സബുൽ ഇൻസാൻ, കണ്ടോ, അൽ ഇൻസാൻ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, അയ്യുത്രക, അവൻ ഒഴിവാക്കപ്പെടുമെന്ന്, സുദാ, വെറുതെ, ഹിസാബ് ഒന്നുമില്ലാതെ, വിചാരണയൊന്നുമില്ലാതെ, കണക്കെടുപ്പൊന്നുമില്ലാതെ ഭൂമിയിലേക്ക് വന്നു, വളർന്നു, ജീവിച്ചു, അടിച്ചു പൊളിച്ചു, പോയി, തീർന്നു, സുദൻ എന്നവൻ വിചാരിക്കുന്നുണ്ടോ? കല്ല, കല്ല, ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾക്കൊരു തിരിച്ചു വരവ് എൻ്റെ ദർബാറിലേക്കുണ്ട്, എൻ്റെ കോടതിയിലുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു പറയും, ഖുദ്സിയായ ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. കുറേ പറഞ്ഞു, യാ ഇബാദി എന്ന അതിൻ്റെ തുടക്കം, എൻ്റെ അടിമകളെ, ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുകും ഉഹ്സിഹാ ലക്കും. നിങ്ങളുടെ ദുനിയാവിൽ ജീവിക്കാൻ ഞാൻ വിട്ടത് വെറുതെ അല്ല. നിങ്ങൾ അവിടെ ചെന്നിട്ട് ചെയ്തതും കണ്ടതും നോക്കിയതും കേട്ടതും പറഞ്ഞതും പ്രവർത്തിച്ചതും വന്നതും പോയതും മുഴുവൻ ഹിയ അഅമാലുകും, ഇതാ ഇവിടെയുണ്ട്, ഉഹ്സിഹാ ലക്കും, ഞാൻ അതിനെ നിങ്ങൾക്ക് വേണ്ടി കൃത്യമായും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് വെറുതെയാണ്, വെറുതെ അല്ല. നിങ്ങളുടെ ഓരോ ശ്വാസോച്ഛ്വാസവും ഓരോ അനക്കമടങ്ങലും ഉഹ്സിഹാ ലക്കും എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ കൃത്യമായി. പ്രായപൂർത്തിക്ക് ശേഷം മലക്കുൽ മൗത്ത് വരുന്ന ആ ദിവസത്തെ സുബ്ഹ് വരെയുള്ള സർവ്വതും, അല്ലെങ്കിൽ ആ സെക്കൻഡ് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഉഹ്സിഹാ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ മറന്നിട്ടുണ്ടാവും, അള്ളാഹു പറയാൻ, നിങ്ങളെപ്പോഴേ മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. നാവത് വന്നൊരു വാക്ക്, നോക്കിയൊരു നോട്ടം, കേട്ടൊരു കേൾവി ആലോചിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ മലക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട്, കിറാമുൻ കാത്തിബീൻ യഅലമൂന മാ തഫ്അലൂൻ. അവർ മാന്യന്മാർ എഴുത്തുകാരാണ്, അവരുടെ ജോലിയാണ് ഈ എഴുത്ത്. അതുകൊണ്ട് അവർ മറക്കൂല, ജസ്റ്റ് ഒന്ന് അശ്രദ്ധരാവൂല. ജാഗരൂകരായി നിങ്ങളുടെ വിഷയത്തിൽ അവരിങ്ങനെ കണ്ണു നട്ടിരിക്കുക, എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഉഹ്സിഹാ ലക്കും. അല്ലാഹു പറയും, സുമ്മ ഉവഫിയകും ഇയ്യാഹാ, ഞാൻ എന്തിനാ എടുത്തു വെച്ചതെന്ന് അറിയും? അത് കൃത്യമായിട്ട് ഞാൻ നന്മയും തിന്മയും ഒക്കെ എടുത്തു വെച്ചത്. സുമ്മ യുവഫിയകും, പിന്നീട് ഞാൻ നിങ്ങൾക്കതിൻ്റെ കൃത്യമായ കൂലി തരാൻ വേണ്ടിയിട്ടാണ്. വഫ യുവഫി എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ കൃത്യമായ നീതിപൂർണമായി തരിക, അങ്ങനെ തരാൻ. ഫമൻ വജദ ഖൈറാ, അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾ ചെയ്തു വെച്ച, ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു വെച്ച അമലുകളുടെ കണക്കെടുപ്പ് നടത്തുമ്പോൾ ഖൈർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഫല്യഹ്മദില്ലാ, അവൻ അള്ളാഹുവിനെ സ്തുതിച്ചോട്ടെ, കാരണം അവൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായിരിക്കും. ഞാൻ അവരോട് നിങ്ങൾ വെറുതെയാണോ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം അവനെ യാഥാർത്ഥ്യമാക്കി വന്നിട്ടുണ്ട്. ഫമൻ വജദ ഖൈറൻ ഫല്യഹ്മദില്ലാ വമൻ വജദ ഗൈറ ദാലിക്, ഇനി അതല്ല, ഖൈറല്ല നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്, ഷർറാണെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ, ആരും സ്വന്തത്തെയല്ലാതെ വേറെ ആരെയും കുറ്റപ്പെടുത്തണ്ട, വേറെ ഒരാളെയും ആക്ഷേപിക്കാൻ നിൽക്കണ്ട, സ്വന്തത്തിനെ മാത്രം ആക്ഷേപിച്ചാൽ. കാരണം നിങ്ങളായിരുന്നു ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരാൾ ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ അതെൻ്റെ വല്യമ്മ മരണപ്പെട്ടു, ഉമ്മാരുമ്മ 95 വയസ്സായിരുന്നു. നല്ല ഓർമ്മയും, എല്ലാവരും ഇപ്പോഴും അറിയാം, കളി പറയും, തമാശ പറയും, ചിരിക്കും, നല്ല റാഹത്തായിരുന്നു. ഞാൻ രാത്രി വാശി പിടിച്ച് പറഞ്ഞു, എനിക്ക് എൻ്റെ മൂത്ത മോളെ പുരക്കേക്ക് പോകണം. അങ്ങനെ പോയി
അവിടെ നിന്നും കളി ചിരി തമാശ നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം തിന്ന് കിടന്നു. രാവിലെ വിളിക്കുമ്പോൾ ആളില്ല. ഖലാസ്. ഉച്ചയാകുമ്പോൾ നമ്മളെല്ലാവരും എത്തി കണ്ടു. ഖബറടക്കം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയന്മാരെ മോൻ ഫൈസിയ മോനുണ്ട് പോയിട്ട് തലേൻ്റെ ഭാഗത്തിരിക്കുന്നു. വിളിക്കാണ്, യാ അമത്തല്ലാ, ഏ അള്ളാൻ്റെ ദാസി, ഇപ്പം 2 മലക്കുകൾ വരും. വന്നിട്ട് ഇങ്ങളടുത്ത് ചോദിക്കും, മൻ റബ്ബുക്ക്. അപ്പോൾ അള്ളാഹുവാണ് റബ്ബെന്ന് പറഞ്ഞോളണം. പിന്നെ ചോദിക്കും, നിൻ്റെ ദീനേതാന്ന്. അപ്പോൾ ഇസ്ലാമാന്ന് പറഞ്ഞോളണം. പിന്നെ ചോദിക്കും, മുഹമ്മദിനെ അറിയുമെന്ന്. അപ്പോൾ എൻ്റെ റസൂലാണെന്ന് പറഞ്ഞോളണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിൽ ഇങ്ങനെ അടികൊള്ളും, അങ്ങനെ അടികൊള്ളും, പറഞ്ഞാൽ ഇന്ന് സുഖം കിട്ടും, ഇന്ന രസം കിട്ടും, അങ്ങനെ തലഭാഗത്ത്. ഇപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ അറിവിലുള്ള നമ്മളെ ഉമ്മയുണ്ടല്ലോ, നമ്മളെ അറിവിലുള്ള നമ്മളെ ഉമ്മമ്മ, ചിലപ്പോൾ അവർ രണ്ടാളും വന്ന് ചോദ്യങ്ങൾ ചോദിച്ച് കൃത്യമായിട്ടുള്ള മറുപടിയും കൊടുത്ത് പോയിട്ടുണ്ടാവും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. നീ ഇപ്പം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇത് കേൾക്കേണ്ടതും പഠിക്കേണ്ടതുമായ സമയം 95 കൊല്ലം ഉമ്മാമക്ക് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഉപകാരമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഉപകാരമില്ല. അല്ലെങ്കിൽ ഇനി പുരക്കെത്തിയപ്പോൾ ഒരു ആലോചന, നമ്മളെ 3 ഇങ്ങോട്ടല്ല എന്തായാലും പറയുന്നത് നമ്മുടെ നാട്ടിൽ പിന്നെ കണ്ണോക്കിൻ്റെ പരിപാടി. അപ്പോൾ നമ്മളെ നോക്കിയിട്ട്, ഞാനും രാജ്യന്മാരെല്ലാം ഉണ്ട്, നമ്മളെ നോക്കിയിട്ടൊരു കമൻ്റ് ഒരാൾ, ഇവർക്ക് പിന്നെ ഇതൊന്നും പറ്റൂലല്ലോ. ഞാൻ പറഞ്ഞു പറ്റൂല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിനി ഇവിടെ എന്ത് തലകുത്തി മറിഞ്ഞാലും ഉമ്മമ്മ ജീവിച്ചിരിക്കുമ്പം എന്ത് ചെയ്തോ അത് അതിൻ്റെ ഉള്ളിൽ ഇപ്പം കിട്ടുന്നുണ്ടാവും. ഇനിയൊന്നും അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല. മനുഷ്യന് അവനെന്താണോ ചെയ്തു വെച്ചത് അതല്ലാതെ വേറെ ഒന്നും കവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ആകെ പറ്റും നല്ല മക്കളുടെ ദുആ, അത് കിട്ടിക്കൊണ്ടു, അതിൻ്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കും. ജീവിച്ചിരിക്കുമ്പം ചെയ്തു വെച്ച ജാരിയായ സദഖകൾ, കിണർ, പള്ളി, മദ്രസ, പാവങ്ങൾക്കുള്ള വീട്, മരങ്ങൾ, ഇതൊക്കെ ഉന്നതമായ സദഖകളാണ്. ഖിയാമത്ത് നാൾ വരെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതല്ലെങ്കിൽ ഇൽമു പഠിച്ചു, പഠിപ്പിച്ചു കൊടുത്തു, ദീനിൻ്റെ ദഅവത്ത് ചെയ്തു, പ്രബോധനം ചെയ്തു, ആൾക്കാരെ നന്മയിലേക്ക് ക്ഷണിച്ചു, ആളുകൾ നന്മയിൽ വന്നു. ആ 3 പോയിന്റുകൾ അതിങ്ങനെ ജാരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ബാക്കി നമ്മൾ 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിനെ കൊണ്ടോ 70,000 ഖത്തം. ഇപ്പം വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പിൽ തുടങ്ങി ചർച്ച. നീ എത്ര ജുസു, ഞാൻ ഇത്ര ജുസു, നീ ഇത്ര, അങ്ങനെ ഇത്ര, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് 70,000 ഖത്തം പൂർത്തിയാക്കിയിട്ട് അവസാനം ഒരു പരിപാടിക്ക് ഉസ്താദ് വന്നിട്ട് പറയും, ഇതാ വല്യമ്മക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നു. കൊടുക്കാൻ എന്ത് കൊടുക്കാൻ? ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്. അള്ളാഹു പറഞ്ഞു, അവനവനെ തന്നെ കുറ്റം പറഞ്ഞാൽ, കാരണം അവനവൻ ഉണ്ടാക്കേണ്ടതായിരുന്നു. കാരണം ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് വെറുതെ അല്ല, എൻ്റെ അടുത്തേക്ക് വരാനാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ ബലഹീനത അറിയുന്നവനാണ്. മനുഷ്യൻ ബലഹീനനാണ്. ആ ബലഹീനത പരിഗണിച്ച് ചില സന്ദർഭങ്ങൾ, ചില സമയങ്ങൾ നമുക്ക് ഇങ്ങനെ തന്നു, ചെറിയ അമലിന് വലിയ കൂലി കിട്ടുന്ന തരത്തിൽ. കുറച്ച് ചെയ്താൽ മതി, പക്ഷെ കിട്ടുന്നത് ഒരുപാടായിരിക്കും. അതിൽപ്പെട്ടതാണ് മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് അല്ലാഹു പറഞ്ഞ ആ 4 മാസങ്ങൾ, പവിത്രമായ 4 മാസം. നമ്മളിപ്പോൾ റജബിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലാണ്. റജബ് തീരാനായി. റജബ് അർബഅത്തുൻ ഹുറും പറയപ്പെട്ട മാസത്തിലെ ഒരു മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 4 മാസത്തെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, മുതവാലിയാത്ത്, ഒരുമിച്ച് വന്ന 3 മാസവും പിന്നെ റജബ്, ബൈന ജമാദിൻ വ ശഅബാൻ, ജമാദിൻ്റെയും ശഅബാൻ്റെയും ഇടയിലുള്ള റജബ് മാസവും. റജബ് മുദർ എന്നാണ് ഈ മാസത്തിന് പൊതുവെ ഖുറൈശികൾ പറഞ്ഞ പേര്. മുദർ ഗോത്രക്കാർ പ്രത്യേകമായി പല കാര്യങ്ങളും കാണുകയും ചെയ്യുകയും പുണ്യമായി കരുതുകയും ചെയ്തൊരു മാസമായിരുന്നു റജബ് മാസം. റജബുൻ മുൻഫരിദ് എന്നും ചില അറബികൾ ഈ മാസത്തെ വിളിക്കാറുണ്ട്. കാരണം തുടർച്ചയായി വന്ന ആദരിക്കപ്പെട്ട മാസങ്ങളിൽ നിന്ന് ഒറ്റക്ക് വന്ന 4ാമത്തെ മാസമാണ് റജബ്. ആ അർത്ഥത്തിൽ
മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ 4 പവിത്രമായ മാസങ്ങളിൽ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. അതിലൊന്ന് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങളുടെ നഫ്സിനോട് ആ മാസങ്ങളിൽ ദുൽമ് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ ബാക്കി മാസം കാണിക്കാന്നല്ല, ബാക്കി മാസങ്ങളിൽ കാണിക്കുന്നതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവകരമായിരിക്കും ഈ 4 മാസം കാണിക്കുന്ന കുറ്റങ്ങൾ, തെറ്റുകൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധയും നന്മകൾ വർദ്ധിപ്പിക്കലും അതേപോലെ സൂക്ഷ്മതയും കൂടുതലായിരിക്കും പ്രത്യേകമായും ഈ 4 മാസത്തിൽ സത്യവിശ്വാസികൾക്ക്. കാരണം റജബ് പ്രത്യേകിച്ചും റമദാനിൻ്റെ വാതിൽ കൂടിയാണ്. സലഫുകൾ റജബ് മാസത്തെ അങ്ങനെ നമുക്ക് പറഞ്ഞു തന്നത്. അതുകൊണ്ട് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, 1 ആ മാസം നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കുക, 2 നന്മയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് തെറ്റുകൾ ചെയ്യാതിരിക്കുക. 2 കള്ളു കുടിക്കുക, വ്യഭിചരിക്കുക, കൊലപാതകം നടത്തുക, ചീത്ത പറയുക, ഗീബത്ത് പറയുക, കക്കുക, ആരോപണം പറയുക, അതൊക്കെ തിന്മയാണെന്ന് തന്നെ അറിയുന്ന എന്നാൽ കുരുത്തക്കേട് കൊണ്ട് ചെയ്യുന്ന തിന്മകളാണ്. ഒരിക്കലും പറ്റൂല. അതും ദുൽമാൻ. അതിനേക്കാൾ ഗൗരവകരമായ ദുൽമാണ് നന്മയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന തിന്മകൾ അഥവാ ബിദ്അത്തുകൾ. പ്രത്യേകിച്ചും ഇതേപോലത്തെ മാസങ്ങളിൽ ശൈത്താൻ മുഅ്മിനീങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ 18 അടവുകളും പ്രയോഗിക്കും. കാരണം വിശ്വാസികൾ അവരുടെ ആ വിശ്വാസത്തെ പിശാച് ചൂഷണം ചെയ്യും. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. യഥാർത്ഥത്തിൽ റജബുമായി ബന്ധപ്പെട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹു തആല ഏകദേശം 11 21 32 ഹദീസുകളെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട് റജബുമായി ബന്ധപ്പെട്ട്. അതിൽ ഒരു ഹദീസ് പോലും സ്വഹീഹില്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹു അഹ്ലുസ് സുന്നah വൽ ജമാഅന്റെ പണ്ഡിതനാണ്. സഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ ഫത്ഹുൽ ബാരിയുടെ മുസന്നിഫായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഒരൊറ്റ ഒരു ഹദീസ് റജബ് മാസവുമായി ബന്ധപ്പെട്ടിതാ ഇന്ന പ്രത്യേകതയുണ്ട്, ഇന്ന് ചെയ്യണം, ഇന്ന് ചൊല്ലണം, ഇന്ന രാത്രി ഇങ്ങനെയാക്കണം, ഇന്ന രാത്രി ഇങ്ങനെയാക്കണം, സഹിഹായി വന്നിട്ടേ ഇല്ല. അദ്ദേഹം ക്രോഡീകരിച്ച റജബുമായി ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ 2ആയി തരംതിരിച്ചു. ഒന്ന് ദഈഫാണ്, മറ്റൊന്ന് മൗദൂആണ്. ദഈഫിന് അദ്ദേഹം എണ്ണിയപ്പോൾ 11 ഹദീസുകളുണ്ട് ആ വിഷയത്തിൽ. മൗദൂഉം മക്ദൂബുമായ ഹദീസുകൾ എണ്ണിയപ്പം 21 ഹദീസുകളുണ്ട്. മൗദൂ ആയത്, അതായത് കെട്ടിച്ചമച്ച് ഉണ്ടാക്കി പറയപ്പെട്ട ഹദീസുകൾ. ഒരൊറ്റ ഒരു ഹദീസ് സഹീഹില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? റജബിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനില്ല, ഒരു ദിക്റുമില്ല, ഒരു ദിവസവും പ്രത്യേകമാക്കപ്പെട്ടിട്ടില്ല, ഒരു നിസ്കാരവുമില്ല. ഇമാം നവവി റഹിമഹുല്ലാഹു തആല ഷാഫി മദ്ഹബിലെ 2ാം ഷാഫി എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, റജബുമായി ബന്ധപ്പെട്ട് കുറേ ഹദീസുകളൊക്കെ പലരും പറയുന്നുണ്ട്, അതിനൊന്നും ഒരടിസ്ഥാനമില്ല. പ്രത്യേകിച്ചും സലാത്തുർ റഗായിബ് എന്ന് പറയുന്നൊരു നിസ്കാരമുണ്ട് റജബ് മാസത്തിൻ്റെ ഏതോ ഒരു ബുധനാഴ്ച രാത്രിയിൽ. അതിനൊന്നും ഒരസുലുമില്ല, ഒരടിസ്ഥാനവുമില്ല. അതൊക്കെ പിൽക്കാലത്തൊക്കെ ആരോ എന്തോ എഴുതി വെച്ച് മാത്രമാണ്. ദീനിൽ അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല. മറിച്ച് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം റജബ് റമദാനിൻ്റെ കവാടമാണ്. സലഫുകൾ പറഞ്ഞു, റജബിൽ നമ്മൾ കൃഷി ഇറക്കുന്നു, റജബ് മാസത്തിൽ കൃഷി ഇറക്കുന്നു. ശഅബാൻ മാസത്തിൽ വെള്ളവും വളവും നൽകി നമ്മൾ ആ കൃഷിയെ പുഷ്ടിപ്പെടുത്തുന്നു. റമദാൻ മാസത്തിൽ കൃഷി നമ്മൾ വിളവെടുക്കുന്നു. അതാണ് മുഅ്മിനീങ്ങൾക്ക് ഈ 3 മാസത്തിൻ്റെ പ്രത്യേകത. റമദാൻ ആവാൻ കാത്തിരിക്കലല്ല, റജബ് എന്തായാലും കഴിയാനായി. റമദാൻ ആവാൻ കാത്തിരിക്കലല്ല, റമദാൻ വാങ്ങിയെടുക്കാനുള്ള മാസമാണ്. അത് വാങ്ങാനുള്ളത് ഈ റജബിലും ശഅബാനിലുമായി നമ്മൾ ചെയ്ത് തുടങ്ങണം. അവർക്ക് റമദാനിനെ മനോഹരമായ രീതിയിൽ, പറയപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. റജബ് കഴിയാനായി. റജബ് മാസത്തിൻ്റെ 27ാമത്തെ ദിവസത്തിന് പൊതുവേ നൽകപ്പെടുന്നൊരു പ്രത്യേകതയാണ്
മിഅ്റാജിൻ്റെ ദിവസമാണ് എന്ന നിലക്കുള്ള ഒരു പ്രത്യേകത യഥാർത്ഥത്തിൽ ഒരസ്ലുമയിലില്ല. അതിൻ്റെ ഒരു കാരണം മിഅ്റാജ് സത്യമാണ്, ഇസ്റാഉം മിഅ്റാജും സത്യമാണ്. അത് അങ്ങനെ വിശ്വസിക്കൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയുടെ ഭാഗമാണ്. ഇസ്റാഉം മിഅ്റാജുമായി ബന്ധപ്പെട്ട് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാട് ഒന്ന്, അത് ഹഖാണ്. എന്താ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാ ഇപ്പം അങ്ങനെ ഹക്കാന്ന് എടുത്തു പറയേണ്ട കാര്യം, നമ്മളൊക്കെ വിശ്വസിക്കുന്നതല്ലേ? അല്ല, വിശ്വസിക്കാത്ത ആളുകൾ ഒരുപക്ഷെ നമുക്കിടയിലുണ്ട്. ഇവിടെ ഈ പള്ളിയിലുണ്ടെന്നല്ല, മൊത്തത്തിൽ പേര് മുജാഹിദ് എന്നാണ്, സലഫി എന്നാണെങ്കിലും ഖുർആനും ഹദീസും ആണ് പ്രമാണം എന്ന് പറയുന്നുവെങ്കിലും ചിലതിനെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ട്. അതിനവർ പ്രധാനമായും കാണുന്ന ഒരു കാരണം അവരെ ബുദ്ധിക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അഖ്ദിയായ വിശ്വാസപരമായ അഖീദാപരമായ കാര്യങ്ങളിൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകൾക്കുള്ള നിലപാട് 3 നിലപാടാണ്. ഉസൂൽ 3 അസ്ലുകളാണ്. ഒന്ന്, വിശ്വാസപരമായ കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നത് ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് ഇവ രണ്ടും വെച്ചുകൊണ്ട് മാത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് തെളിവല്ല. അല്ലെങ്കിൽ ഉമർ ബിൻ ഖത്താബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ല, അമലുകളുടെ വിഷയത്തിലൊക്കെ. പക്ഷേ വിശ്വാസത്തിൽ അവരങ്ങനെ പറയില്ല, ഉദാഹരണം പറഞ്ഞത് മാത്രം. വിശ്വാസത്തിൽ ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അള്ളാഹു എങ്ങനെയാണ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സഹീഹായി എങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒന്ന്. 2, ഈ 2 കാര്യത്തെയും, ഈ ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ് ഇവ രണ്ടിനെയും അഹ്ലുസുന്ന വൽ ജമാഅന്റെ ആളുകൾ സ്വീകരിക്കുന്നത് സലഫുകളുടെ ഫഹ്മനുസരിച്ച് മാത്രമായിരിക്കും. അങ്ങനെയേ ആകാവൂ. അതായത് മുൻഗാമികൾ, സഹാബാക്കൾ അവരെങ്ങനെയാണ് ഈ ആയത്തിനെ മനസ്സിലാക്കിയത്, അങ്ങനെ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഈ ഹദീസിന് അർത്ഥം വെച്ചത്, അങ്ങനെ വെക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ നമ്മൾ പഴിച്ചു പോകും. നമ്മുടെ ചിന്ത ചിലപ്പോൾ നമ്മളെ വിവരം കൂടി, അറിവ് കൂടി, കാര്യങ്ങളെ മനസ്സിലാക്കി ചർച്ച ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൂടി, അങ്ങനെ ചർച്ചയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് എങ്ങനെയാ മനസ്സിലാവുന്നത്? നോ, അതില്ല. വിശ്വാസത്തിൽ അങ്ങനെ ഇല്ല. ഇന്ന ആയത്തിൽ സഹാബാക്കൾ ഇങ്ങനെയാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത്, ഖലാസ് കഴിഞ്ഞു. ഇന്ന് ഹദീസിനെ സഹാബത്ത് ഇങ്ങനെ മനസ്സിലാക്കി അമേച്ചതായിട്ടാണ് കാണുന്നത്, കഴിഞ്ഞു, ഖലാസ്. പ്രമാണമാണത്, അസ്ലാണ്. 3, ഒരിക്കലും അഹ്ലുസുന്ന വൽ ജമാഅന്റെ ആളുകൾ ബുദ്ധിയെ ഈ 2 പ്രമാണത്തിൻ്റെയും മുമ്പ് മുന്തിക്കുകയില്ല. അഖലിനെ നഖലിനേക്കാൾ അവർ മുന്തിക്കൂല. ഇസ്റാഉം മിഅ്റാജും എന്ന് പറയുന്ന സംഭവം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമാണ്. അസംഭവ്യമാണ് എന്നതാണ് അത് സത്യമാണ് എന്നതിൻ്റെ കാരണവും. കാരണം അത് മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യം എന്നതിൻ്റെ അർത്ഥം. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല 2 പ്രധാനപ്പെട്ട തെളിവുകൾ ഈ 2 കാലത്തെയും നിഷേധിക്കുന്ന ആളുകൾക്ക് പറയുന്നുള്ളൂ. അത് പറയുന്നത് എന്താ? ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന 1 മാസക്കാലം ദീർഘമായി യാത്ര ചെയ്താലേ മസ്ജിദുൽ അഖ്സായിൽ എത്തുള്ളൂ. അവിടേക്കൊരു രാത്രിയുടെ ഒരു അല്പഭാഗത്തിൽ പോയി തിരിച്ചു വന്നു എന്ന് പറയുന്നു. ചിന്തിച്ചാൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മാത്രമല്ല, അവിടെ നിന്ന് 7 ആകാശത്തിൻ്റെ അപ്പുറത്തേക്ക് ഭൗതിക ശരീരത്തോടെ ഉണർവോടുകൂടി പോയി എന്നും പറയുന്നു. നമ്മളെ ബുദ്ധി കൊണ്ടത് നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചന്ദ്രനിൽ ആള് പോയിട്ടുണ്ടാ? ഉണ്ടാ? കാട്ടമ്പള്ളിയിലെ പണ്ഡിതമട ഇപ്പം എന്താ നമുക്കറിയില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് പോയിട്ടില്ല എന്നാണ്. പോവാൻ കഴിയില്ല. പോയിന്ന് വിശ്വസിക്കുന്ന നമ്മൾ പോയിട്ട് പോയത് കൊണ്ടാ? അല്ല, പോകുന്ന നമ്മൾ കണ്ടില്ല. അതല്ലെങ്കിൽ ഫോട്ടോ കണ്ടിട്ടാ? ഫോട്ടോ ഇപ്പം അങ്ങനെ ഇപ്പം എയിലെത്തി. എയിലെല്ലാം ഉണ്ടാക്കുന്ന ചില വീഡിയോ എല്ലാം കണ്ടാലുണ്ടല്ലോ, ഒറിജിനലെല്ലാം കടത്തിപ്പെട്ടും അങ്ങനത്തേതാ ഇപ്പം ഉണ്ടാക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടായിരിക്കും ചന്ദ്രനിൽ പോയി വിശ്വസിക്കുന്നുണ്ടാവുക? ശാസ്ത്രം അങ്ങനെ പറഞ്ഞ് 2 ഫോട്ടോ കാണിച്ചപ്പോഴേക്കും നമ്മൾ വിശ്വസിച്ചു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞപ്പോഴും അങ്ങനെയെല്ലാം പോവാൻ കഴിയുമോ? ആകാശത്തിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് മനുഷ്യന് പോവുക?
അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാർ. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ, നിങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങിക്കോളൂ. ഇഹ്ബിത്ത് എന്ന് പറഞ്ഞാൽ മുകളിൽ താഴോട്ട് ഇറങ്ങുന്നതിനാ പറയാ ഹുബൂത്ത്. ഇപ്പം സ്വർഗം മുകളിലെന്ന് ഉറപ്പായി, സ്വർഗത്തിൽ നിന്നല്ല പുറത്താക്കിയത്. അങ്ങനെ ഇറങ്ങി അവർ. എങ്ങോട്ട് ഇറങ്ങിക്കോ? ലക്കും ഫിൽ അർദി മുസ്തഖർ, നിങ്ങൾക്ക് ഭൂമിയിൽ സ്ഥിരവാസമുണ്ട്. മുസ്തഖറിൻ്റെ അർത്ഥം സ്ഥിരവാസം എന്നാണ്. അപ്പോൾ ഭൂമി അല്ലാത്തൊരു ഗ്രഹത്തിൽ വാസം അള്ളാഹു മനുഷ്യനെ ഏർപ്പാടാക്കിയിട്ടില്ല. പിന്നെയോ വമതാഉൻ, എന്താ മതാഇന്റെ അർത്ഥം? വിഭവങ്ങൾ. നിങ്ങളുടെ സ്ഥിരവാസത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ ഉള്ളതും അർദിലാണ്, ഭൂമിയിലാണ്. ഇലാഹീൻ, ഒരു സമയം വരെ. അതുകൊണ്ട് ഭൂമി അർദല്ലാത്ത വേറെ ഏത് ഗ്രഹത്തിലും ഇവ രണ്ടും നിങ്ങൾക്ക് ഉണ്ടാവൂല. കാരണം അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത്. ശരി, മിൻഹാ ഖലഖനാകും, എന്താ അർത്ഥം? ഇതിൽ നിന്നും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു. വഫീഹാ നുഈദുക്കും, ഇതിലേക്ക് തന്നെ ഞാൻ നിങ്ങളെ മടക്കും. വമിൻഹാ നുഖ്രിജുക്കും താറതൻ ഉഖ്റ, ഭൂമിയിൽ നിന്നും തന്നെ ഞാൻ നിങ്ങളെ ഇനി എന്ത് ചെയ്യും? എണീപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഭൂമിക്ക് പുറത്ത് പോയിട്ട് മരിക്കാന്നുള്ള പരിപാടി നടക്കുന്ന സംഗതിയല്ല. ബഹിരാകാശത്ത് പോവാം, വായുമണ്ഡലങ്ങൾക്ക് മുകളിലൊക്കെ പോയിട്ടുണ്ടാവും, അല്ലാഹു ആലം. പക്ഷെ വേറൊരു ഗ്രഹത്തിൽ പോയിട്ട് മനുഷ്യന്മാർ താമസിക്കുക, അവിടെ വാസയോഗ്യമാക്കുക, അൽ അർദ്. അവിടെയല്ല അള്ളാഹു ആകാശത്തെ സമാഇനെ പറ്റിയും അർദിനെ പറ്റിയും മാത്രം വർത്താനം പറഞ്ഞു. മനുഷ്യൻ പിന്നീട് ഓൻ്റെ താമസം അർദല്ലാത്ത മറ്റേതെങ്കിലും ഗ്രഹത്തിലേക്ക് മാറ്റുമെങ്കിൽ അതിൻ്റെ ചർച്ചയൊക്കെ ഖുർആനിൽ വരൂലേ? അവിടെ പോയാൽ എങ്ങനെ ഇങ്ങനെ. നമുക്ക് എന്നാൽ അങ്ങനത്തെ ഒരു സംവിധാനമില്ല. പക്ഷെ അത് മനുഷ്യന്മാർ വേഗം വിശ്വസിക്കുന്നു. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശത്തിനപ്പുറത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ ഡൗട്ട്ഫുൾ, അത് പറയുന്ന ആൾക്കാർ ഒരു സംശയത്തിൻ്റെ നേരിൽ കാണുക, അവരൊന്ന് തറപ്പിച്ചൊന്ന് നോക്കുക, ശരിയല്ല. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല 2 തെളിവ് പറഞ്ഞു. ഒന്ന്, സൂറത്തുൽ ഇസ്രാ അള്ളാഹു ആരംഭിക്കുന്നത് തന്നെ സുബ്ഹാനല്ലദീ അസ്റാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു, സാധാരണ അറബികളുടെ ഭാഷ നിയമപ്രകാരം അത്ഭുതമുണ്ടാകുമ്പോഴാണ് അവർ സുബ്ഹാനല്ലാഹ് പറയുക. അപ്പോൾ ഒരു മനുഷ്യന് സംഭവിക്കുന്ന അത്ഭുതകരമായ ഒരു കാര്യത്തെയാണ് അള്ളാഹു ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനല്ലദീ എന്ന വാക്ക് ഉപയോഗിച്ചത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാഉം മിഅ്റാജും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പിറ്റേന്ന് രാവിലെ ഈ കഥ കേട്ട അബൂജഹൽ അടക്കമുള്ള ഖുറൈശികൾ കളിയാക്കാനും പരിഹസിക്കാനും ആക്ഷേപിക്കാനും ഒക്കെ തുടങ്ങി. അപ്പം അദ്ദേഹം ചോദിക്കുന്നത്, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ചോദിക്കുന്നത് വെച്ചാൽ, ഒരു സ്വപ്നത്തിൽ പോയി വന്നതായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാഉം മിഅ്റാജും അവർക്ക് പറഞ്ഞു കൊടുത്തതെങ്കിൽ അവർ ആക്ഷേപിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവരാ പരിഹസിച്ചതിൻ്റെ അർത്ഥം എന്താണ്? സ്വപ്നത്തിൽ അങ്ങനെ ആർക്കും എവിടെയും പോയിക്കൂടെ? അതുകൊണ്ട് സ്വപ്നമല്ല, ഭൗതിക ശരീരത്തോടെ ഉണർവോടെ ബോധത്തോടെ 7 ആകാശവും കണ്ടു, അതിൻ്റെ അപ്പുറവും കണ്ടു, അർശിൻ്റെ അടുത്ത് പോയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു. പക്ഷെ അത് മിഅ്റാജ് മാസത്തിലാണെന്ന് തറപ്പിച്ച് പറയാൻ തെളിവില്ല. റജബ് മാസത്തിലാണെന്ന്, റജബിൻ്റെ 27 എന്താണെന്ന് പറയാനും തെളിവില്ല. തെളിവില്ലെങ്കിൽ പിന്നെ ആ ദിവസത്തെ പ്രത്യേകമാക്കാൻ ഇസ്ലാമിൽ യാതൊരു നിർവാഹവും ഇല്ല, അങ്ങനത്തൊന്നുമില്ല. പിന്നെ റജബ് 27 നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്തിട്ടില്ല എന്നല്ല, സലഫുകൾ എടുത്തിട്ടില്ല എന്നല്ല, ഫിഖിഹിൻ്റെ ചെറിയ നൂറുൽ അബ്സാർ തൊട്ട് അങ്ങോട്ടുള്ള ഷാഫിഈ ഫിഖിഹിൻ്റെ ഒരു കിതാബിലും സുന്നത്ത് നോമ്പ് പറയുമ്പോൾ ആ കൂട്ടത്തിൽ റജബിൻ്റെ നോമ്പ് പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനത്തൊന്നുമില്ല. കാരണം ഇനി റജബ് 27 തന്നെ ഞാൻ മിഅ്റാജ് ഉണ്ടായതെന്ന് വെച്ചോടി, അതുണ്ടായത് എപ്പോഴാ? രാത്രിയിലാണ്. രാത്രി എന്തായാലും നോമ്പില്ല. ഹിജറ പോകുന്നതിൻ്റെ 1 വർഷം മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മിഅ്റാജ് ഉണ്ടാവുന്നത്. ഹിജറ പോയിട്ട് 10 കൊല്ലമാണ് മദീനത്ത് താമസിച്ചത്. ഈ 10 കൊല്ലത്തിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുമില്ല. 27 റജബ് മാസം 10 കൊല്ലത്തിലും വന്നുപോയി. സഹാബാക്കൾ എന്തെങ്കിലും പ്രത്യേകത കണ്ടതായിട്ട് തെളിവുമില്ല, അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും, ഈ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് ദുൽമ കാണിക്കരുത് എന്ന് പറഞ്ഞതിൽ ഈ 2 തെറ്റും പെട്ടു. പാപങ്ങളും ചെയ്യരുത്, നന്മയാണെന്ന് തെറ്റിദ്ധരിച്ച് ചെയ്യുന്ന ഈ തിന്മകളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ മാസം
പാടുള്ളതല്ല. മറിച്ച് നന്മകൾ വർദ്ധിപ്പിക്കുക, ഖുർആനോത്ത് വർദ്ധിപ്പിക്കുക, അദ്കാറുകൾ വർദ്ധിപ്പിക്കുക, ദുആ വർദ്ധിപ്പിക്കുക, റമദാനിൻ്റെ മുന്നോടിയായിട്ട് റമദാനിന് വേണ്ടി ഒരുങ്ങുക. ഇതൊക്കെ ഈ മാസം ചെയ്യാനുള്ള കാരണം ചെറിയ സമയത്ത് ഒരുപാട് നന്മകൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഇനി അങ്ങോട്ട് വരാൻ പോവാണ്. പരിശുദ്ധ റമദാൻ എന്ന സുവർണാവസരം കൂടി വരികയാണ്. അള്ളാഹു നമുക്ക് എത്തിച്ചേരട്ടെ. കഴിവിൻ്റെ പരമാവധി നന്മകൾ ചെയ്ത് ആഖിറത്തിന് വേണ്ടി ഒരുങ്ങാൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.